ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്വസ്ത്രം. പ്രിയപ്പെട്ടവരെ, അവയമരി മിനിസ്ട്രിയുടെ വചന സന്ദേശത്തിലേക്ക് ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം 6 മുതൽ 16 വരെയുള്ള വചനങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഈ വചനം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വചനം ഇന്നത്തെ നമ്മുടെ ജീവിത ശൈലികളും നമ്മുടെ പ്രാർത്ഥന ജീവിതവും നമ്മുടെ ധ്യാനങ്ങളും മനുഷ്യൻ്റെ പ്രാർത്ഥനയുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വചനം എല്ലാവരും ഒന്ന് വിലയിരുത്തേണ്ടതും മനസ്സിലാക്കി വായിക്കേണ്ടതും വളരെ അർത്ഥവത്തായ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനം ശരിയായ രീതിയിൽ ഒരു ക്രിസ്ത്യാനി മനസ്സിരുത്തി പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ വായിച്ചു നോക്കിയാൽ അവനിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ എന്തേലും ഒരു പ്രവർത്തനം സ്വയമേ ഉണ്ടെന്ന് അവന് തന്നെ ബോധ്യം വന്നാൽ ഈ വചനം വായിക്കുന്ന ഒരു മനുഷ്യൻ പോലും എങ്ങനെയാണ് ദൈവം മനുഷ്യനിൽ അത്ഭുതങ്ങളുടെ രൂപത്തിലും അടയാളങ്ങളുടെ രൂപത്തിലും ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന ബോധ്യം പൂർണ്ണമായി കിട്ടും. പക്ഷേ എനിക്ക് പലരും ഈ വചനമൊക്കെ വായിക്കും, ഒത്തിരി ഞങ്ങൾ പ്രാർത്ഥിക്കും, ഒത്തിരി ഉപവാസം എടുക്കും, ഒത്തിരി ധ്യാനം കൂടും, ഒത്തിരി ധ്യാനപ്രസംഗം കേൾക്കും എന്നൊക്കെ പറയുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനത്തെ എത്രത്തോളം ഗ്രഹസ്ഥമാക്കി പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിൽ അത് മനസ്സിലാക്കാൻ ഒരു ക്രിസ്ത്യാനിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ ദയനീയമായൊരവസ്ഥയാണ്. കാരണം ഒരു ക്രിസ്ത്യാനി ദൈവവചനം ദൈവിക പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ കണ്ടാലും മനസ്സിലാക്കിയാലും വിലയിരുത്തിയാലും അവന് ഉറപ്പായി മനസ്സിലാകും, ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ആരെല്ലാം എന്തെല്ലാം പ്രവർത്തിച്ചാലും ദൈവവചനം എഴുതിയിരിക്കുന്നതിനപ്പുറത്ത് ഒരു പ്രവൃത്തിയും മനുഷ്യന് സാധ്യമല്ല ഈ ഭൂമിയിൽ. പ്രിയപ്പെട്ടവരെ, മനുഷ്യരുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന അവൻ്റെ ആവശ്യങ്ങളുടെ വ്യഗ്രതകളും അവൻ്റെ ബുദ്ധിമുട്ടുകളും വേദനകളുമെല്ലാം മറ്റുള്ളവർ ഒരു പരിധി വരെ ദുരുപയോഗം ചെയ്യുകയാണോ എന്ന് നമുക്ക് തന്നെ സ്വയം വിലയിരുത്താൻ കഴിയുന്ന ഒരു വചനമാണിത്. ഈ വചനങ്ങൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ട ക്രിസ്ത്യാനികളെ, നമുക്ക് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തെ ഒന്ന് ത്വരിതപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന്. കാരണം എന്തെല്ലാം ആരെല്ലാം പറഞ്ഞാലും ഇപ്പോൾ ഇവിടുത്തെ മെയിൻ പ്രശ്നം മനുഷ്യരുടെ ഇടയിലെ അത്ഭുതങ്ങൾ തന്നെയാണ്, വേറെ ഒരു മാറ്റവും ഇല്ല. അവന് വേണ്ടത് അത്ഭുതം മാത്രമേ ഉള്ളൂ, അവൻ്റെ നിലനിൽപ്പ് മാത്രമേ ഉള്ളൂ, അവൻ്റെ ബാധ്യതകൾ, വിഷമങ്ങൾ, മക്കളുടെ ഉയർച്ചകൾ, ഇത് മാത്രമേ മനുഷ്യനുള്ളൂ, വേറെ ഒന്നുമില്ല. അവന് ദൈവത്തെ അറിയണ്ട, ദൈവഹിതം അറിയണ്ട, ദൈവഹിതം മനസ്സിലാക്കേണ്ട, വചനം എന്താണെന്ന് ഉള്ളിരുത്തി ഒന്ന് പഠിക്കാൻ തയ്യാറാകുന്നില്ല, വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എൻ്റെ ജീവിതം പോകുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഇതൊക്കെയാണ് ഇന്ന് നടക്കുന്ന സത്യം. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്ന എല്ലാവരും ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്, പ്രാർത്ഥിക്കാത്തവരാരുമില്ല. ആര് വിളിച്ചാലും ആദ്യം പറയുന്നത് അവരുടെ പ്രാർത്ഥനാ രീതികളാണ്. അത് കേൾക്കുമ്പോൾ തന്നെ കേൾക്കുന്ന ഞാൻ പോലും ഞെട്ടിപ്പോവും. പ്രാർത്ഥനാ രീതി കൊണ്ട് കാര്യമില്ലല്ലോ. ഈ ഉത്തരവും പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനാ രീതി അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തകർച്ചയോ ഒരു നാശമോ അല്ലെങ്കിൽ ഒരു ഉയർച്ചയില്ലായ്മയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മോശമായ അന്തരീക്ഷം വരുമ്പോഴാണല്ലോ എന്നെപ്പോലെയുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ ഇവർ തേടി വരുന്നതോ വിളിക്കുന്നതോ. അപ്പോൾ അവർ തന്നെ സ്വയം വിലയിരുത്തണം, ഇത്രയും പ്രാർത്ഥിക്കും, ഇത്രയും ഉപവസിക്കുന്നു, ഇത്രയും ധ്യാനം കൂടുന്നു, ഇത്രയും സുവിശേഷം കേൾക്കുന്നു, ഒക്കെ ചെയ്യുന്നു എന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ, ഇത്രയും വിശുദ്ധിയോടെ ജീവിക്കുന്നവരുടെ ജീവിതത്തിലും കുടുംബത്തിലും അവരുടെ യാത്രകളിലുമൊക്കെ ഇത്രയും വലിയ തകർച്ചകളും ദോഷങ്ങളും എന്തുകൊണ്ട് കടന്നു വരുന്നു എന്ന് ഒരു നിമിഷം പോലും ചിന്തിക്കുന്നില്ല. അവരൊരു ആവശ്യത്തിലോ ഒരു തകർച്ചയിലോ ഒരു ദുഃഖത്തിൻ്റെയോ കാര്യത്തിൽ ചിലപ്പോൾ വിളിക്കുമ്പോൾ പോലും യഥാർത്ഥമായ സത്യം അവരോട് പറഞ്ഞു കൊടുക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അവരുടെ മനസ്സ് മൂടപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ട്. കാരണം ഞാനിപ്പോഴത് മനസ്സിലാക്കുന്നത്, വചനത്തെ വചനത്തിൻ്റെതായ രീതിയിൽ ആത്മാവിൻ്റെ ചൈതന്യത്തോടെ ഉൾക്കൊള്ളാൻ പറ്റാത്ത മനുഷ്യരായി പോയോ നമ്മളെന്നാണ്. ഈ വചനത്തിനകത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ പറയുന്നുണ്ട്, ദേവാലയത്തിൻ്റെ പടിവാതിൽക്കിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ മുടന്തനായ ഒരു മനുഷ്യനെ കാണും. ആ മുടന്തനായ മനുഷ്യനവിടെ ഭിക്ഷ യാചിക്കാനിരിക്കുന്നവൻ. പുള്ളി ഭിക്ഷ യാചിക്കാനിരിക്കുന്ന സമയത്ത് അവിടെ കടന്നു വരുന്ന സ്ത്രീയന്മാരെ കാണും. അവിടെ കടന്നു ചെല്ലുന്ന യോഹന്നാനെയൊക്കെ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് പുള്ളി കൈനീട്ടുകയാണ് ഭിക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ എന്തേലും ഇവരിൽ നിന്ന് കിട്ടും എന്ന പ്രതീക്ഷയുടെ പുറത്താണ് പുള്ളി ആ യാചനയിലുള്ള നോട്ടവുമായിട്ടിരിക്കുന്നത്. പക്ഷെ അവിടുന്ന് തിരിച്ച് പ്രതിപാദിക്കുന്നത്, ഞങ്ങളുടെ കയ്യിൽ വേറൊന്നുമില്ല, ഞങ്ങളുടെ കയ്യിലുള്ളത് നിനക്ക് തരാം,
കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ. അവൻ സൗഖ്യം പ്രാപിച്ചു കഴിയുമ്പോഴോ അവൻ ഇവരെ ചുറ്റിപ്പറ്റി ഇവരുടെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള മറ്റുള്ള വ്യക്തികൾ ഇത് കണ്ടു കഴിയുമ്പോൾ ഇവനിങ്ങനെ കൂടെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ നടക്കുന്നത് കണ്ടു കഴിയുമ്പോൾ അവർ തന്നെ ചിന്തിക്കണം, ദേവാലയത്തിൻ്റെ വാതുക്കൽ ഭിക്ഷ അയച്ചുകൊണ്ടിരുന്നവനല്ലേ, ഇവൻ എങ്ങനെ ഇങ്ങനെയായി? ഈ ചിന്താഗതി അവരിൽ കടന്നു വരുമ്പോൾ, ഈ നടന്ന അത്ഭുതം അവർ തിരിച്ചറിവ് തന്നു കഴിയുമ്പോൾ ഇവർ വലിയ ദൈവതുല്യരായിട്ട് കാണുന്നത് ആരെയാണ്? ഈ യോഹന്നാനെയൊക്കെ വളരെ ദൈവതുല്യരായിട്ട് ഇങ്ങനെ കാണുകയാണ്. ഈ ദൈവതുല്യരായി കാണുന്ന ഒരു അവസ്ഥ അവിടെ കടന്നു വന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ എന്ത് സംഭവിക്കുന്നു? അവര് ഇന്നത്തെ തലമുറയിലെ പലരെയും പോലെ അവർ ദൈവതുല്യരാകാൻ ശ്രമിക്കുകയല്ല ചെയ്യുന്നത്, അവർ അതിൽ നിന്ന് ഓടിയകലുമാണ് ചെയ്യുന്നത്. കാരണം ഇത് കൊടുക്കുന്ന ഓരോ വ്യക്തിക്കും ദൈവം എങ്ങനെ അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും തകർച്ചകളിലും മനുഷ്യരിൽ പ്രവർത്തിക്കുന്നു എന്ന ബോധ്യം ഉണ്ട് എന്ന ബോധം നമുക്ക് അവർ തന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതേ ബോധം അവർ നമുക്ക് തരുന്നു എന്നുള്ള ബോധ്യമാണ് അവരുടെ വാക്കുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അവരുടനെ ഇവരെല്ലാം ഇങ്ങനെ അന്തം വിട്ട് നോക്കുമ്പോൾ, വളരെ അതിശയോക്തിയോടുകൂടി ഇവരിവരെ ശ്രദ്ധിക്കുമ്പോൾ, ഇവരുടെ നാവുകളിലേക്കും ചിന്തകളിലേക്കും ഇവരുടെ വായുകളിൽ നിന്ന് വചനങ്ങളിലേക്കും ഒക്കെ ഇവർ വളരെ ഗ്രസിക്കുമ്പോൾ, അങ്ങനെ അവരൊരു അമിത പ്രാതിനിധ്യം അവർക്ക് കൊടുക്കുന്നു. ദൈവതുല്യമായ ഒരു പ്രാതിനിധ്യത്തിലേക്ക് അവരുടെ നോട്ടങ്ങളും ചിന്തകളും പ്രവൃത്തികളും ഒക്കെ നയിക്കപ്പെടുന്നു. അവിടെയുള്ള ജനത്തിൻ്റെ എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ പറയുന്നതുകൊണ്ട് വ്യക്തമായിട്ട് പറയാണ്, പ്രിയപ്പെട്ട മനുഷ്യരെ, നിങ്ങൾ ഞങ്ങളെ അന്തം വിട്ട് നോക്കിയിട്ടോ, ഞങ്ങൾക്ക് നിങ്ങൾ വലിയ പ്രാതിനിധ്യം തന്നിട്ടോ ഒന്നും കാര്യമില്ല. അത് ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകുന്നതിന് വേണ്ടി ദൈവം പ്രവർത്തിച്ചതാണ് എന്ന് വ്യക്തത കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മഹത്വം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം പ്രവർത്തിച്ചതാണെന്ന് വ്യക്തത കൊടുത്തു കഴിയുമ്പോൾ അവിടെയെല്ലാം ശൂന്യമായി. മനുഷ്യന്റെ പ്രവർത്തികൾക്ക് അവിടെ പ്രതിഫലനമില്ലാതെ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിച്ചതാണെന്ന് അടിവരയിട്ട് പറയുന്നു. അപ്പോൾ എല്ലാ മേഖലകളിലും അത്ഭുതങ്ങൾ കടന്നു വരുമോ? വരില്ല. ദൈവത്തിന് മഹത്വം വേണമെന്ന് ആഗ്രഹിക്കുകയും അത് ദൈവിക പദ്ധതിയാണെന്ന് ദൈവത്തിന് തോന്നുകയും ചെയ്യുന്ന സമയത്താണ് മനുഷ്യനിലേക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും കടന്നു വരുന്നതെന്ന് കാണുന്നു. അതിനോട് തുടർന്ന് വീണ്ടും പറയുകയാണ്, അവിടെ വ്യക്തമായി അടിവരയിട്ട് പറയുകയാണ്, ഇത് കടന്നു വരാനും ഇത് കിട്ടുവാനും അവന് കാരണമായത് അവൻ്റെ അടിയുറച്ച വിശ്വാസം, അവൻ്റെ ഉറപ്പ് ദൈവത്തിലുള്ള, അവനത് കിട്ടുമെന്ന അവൻ്റെ ദൃഢത, ഇതാണ് അതിന് കാരണമെന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദൃഢതയും വിശ്വാസവും അടിയുറച്ച ഉറപ്പും ഒന്നും നമുക്കില്ല. അതാണ് നമ്മൾക്കൊന്നും എത്ര ചോദിച്ചാലും കിട്ടാതെ പോകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം. ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കടന്നു വരണമെങ്കിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടാകും. ദൈവത്തിൻ്റെ ആ പദ്ധതിക്കായിരിക്കണം അത്ഭുതങ്ങളെക്കാൾ ഉപരി നമ്മൾ കാതു കൊടുക്കേണ്ടത്. അത്ഭുതം ഒരു സെക്കൻഡറി ആണെന്നും ഈ അത്ഭുതത്തിൻ്റെ പുറകിൽ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതി എനിക്ക് വ്യക്തമാക്കി തരണമെന്നുമാണ് ഓരോ വ്യക്തിയും പ്രാർത്ഥിക്കേണ്ടത്. അത്ഭുതം കടന്നു വരണമെങ്കിൽ അവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, മനുഷ്യൻ അതിലേതിലെയും വെപ്രാളപ്പെട്ട് ഓടുന്നതല്ല, അവൻ്റെ വിശ്വാസ തീഷ്ണതയുടെ പൂർണ്ണതയിൽ നിന്നാണ് ദൈവം അത്ഭുതം തുറന്നു വിടുന്നതെന്ന് ഈ വചനം അടിവരയിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈ അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം 6 മുതൽ 16 വരെ വചനങ്ങളെടുത്ത് വ്യക്തതയോടുകൂടി വായിക്കുന്ന ഏത് മനുഷ്യനും അലവൃതയിട്ട് അത്ഭുതങ്ങളിലേക്കും അടയാളങ്ങളിലേക്കും രക്ഷയ്ക്ക് വേണ്ടി 150 പ്രാവശ്യം എന്തെങ്കിലും പറ, അല്ലെങ്കിൽ 200 പ്രാവശ്യം എന്തെങ്കിലും പറ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാർട്ടിങ് ഇട്ടു, അതൊരു 150 പേർക്ക് നിങ്ങൾ അയച്ചു കൊടുത്ത ഉടനെ നിങ്ങളിൽ അത്ഭുതം നടക്കും. ഇങ്ങനത്തെ തെറ്റായ സന്ദർഭങ്ങളുടെ പുറകെ ഓടി ദൈവത്തിൻ്റെ യഥാർത്ഥ മഹത്വം നഷ്ടപ്പെടുത്തി കളയാതെ നമ്മുടെ ദൈവത്തിൻ്റെ വില എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ വിലയ്ക്കനുസരിച്ച് ക്രിസ്ത്യാനികളായ നമ്മൾ ജീവിക്കാൻ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രമിക്കണമെന്നും അതിന് പറ്റിയ ഒരു വചനമാണെന്നും ദൈവം എന്താണെന്നും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ദൈവത്തിൻ്റെ അത്ഭുതം എന്താണെന്നും അത് എങ്ങനെ പ്രവർത്തിക്കപ്പെടുമെന്നും അത് എങ്ങനെയുള്ളവരിൽ പ്രവർത്തിക്കുമെന്ന ബോധ്യം ഇത്ര വ്യക്തമായി കൊടുക്കുമ്പോഴും ഇതങ്ങ് ചുരുട്ടി സൈഡിലേക്ക് വെച്ചിട്ട് അവൻ ഓടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യരെ, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ തിരിച്ചറിയാൻ ശ്രമിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഈശോ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം. ഹല്ലേലൂയ.